സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആരുടെ വിഷയമാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയമാണ് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അംഗീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും ഒക്കെ വീഡിയോ ചെയ്ത് രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരു വിഷയം. ആദ്യമായിട്ടാണ് ഏതോ ഒരാൾ ചെയ്തൊരു വിഷയത്തിൽ മറ്റൊരാളെ കൊടുക്കുന്ന ഒരു വിഷയം നമ്മൾ കാണുന്നത്. ശരിക്കും അത് രാഹുൽ ഈശ്വർ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തൊരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാനായിട്ട് ഉത്തരമുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി രാഹുൽ ഈശ്വറോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമോ ആണോ? ഒരിക്കലുമല്ല. രണ്ട് പേരൂടെ ഉണ്ടെങ്കിലല്ലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ ആ രണ്ടാമത്തെ ആള് ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്ന കാര്യം എന്താണെന്നുള്ളത് അതിനും തെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ നടന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ അയാൾക്ക് പിന്തുണയുമായിട്ടുണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ആയിരുന്നു. ആ രാഹുൽ ഈശ്വറിനെ പിടിച്ച് ജയിലിലാക്കി. ഇനി അയാളെ പിന്തുണയ്ക്കുന്ന ആരാണ്? ഈ ഒരു വിഷയം, അതായത് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരൊറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, രാഹുൽ ഈശ്വറാണ്. സ്വന്തം പാർട്ടിയിലുള്ള വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാവരും ആദ്യമേ തന്നെ കൈയൊഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം പിന്തുണച്ച രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടതോടുകൂടി ആ ഒരു ചാപ്റ്ററും അടഞ്ഞിരിക്കുകയാണ്. ഇനി ഈ അനീതിക്കെതിരെ പ്രതികരിക്കാനായിട്ട് ആരുമില്ല. അത് തന്നെയായിരുന്നു ഇവരുടെ ആവശ്യം. ആരുടെയാണ്? കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ ആവശ്യം അത് തന്നെയായിരുന്നു. അതിന്റെ പേരിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിലെ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടു. രാഹുൽ മാങ്കൂട്ടത്തില് കർണാടകയിലെ ഏതോ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു വിഷയം കൂടി ഈ പറയുന്ന പോലീസുകാർ കണ്ടെത്തി. പിന്നെ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ഒരു പോളോ കാറാണ്, റെഡ് കാർ. അതൊരു യുവനടിയുടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ യുവനടി ഏതാ, റിനിയാണോ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തുമായിക്കോട്ടെ, രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടതോടുകൂടി ഇവരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഇവർ ചിന്തിച്ച ഒരു കാര്യം ഏകദേശമൊക്കെ നടപ്പിലായി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇനി തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയായിട്ടുള്ള നമ്മുടെ കോടതി, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന നമ്മുടെ കോടതി, അത് ഹൈക്കോടതി ആയിക്കോട്ടെ സുപ്രീം കോടതി ആയിക്കോട്ടെ, ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ കൂടി അല്ലെങ്കിൽ ഒരു ജാമ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുബന്ധ വിഷയങ്ങൾ കൂടി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കിതിൽ പൂർണ്ണമായിട്ടും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാനും പറയുകയാണ്, ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഇരയ്ക്കൊപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരയ്ക്കൊപ്പമാണ്, ശരിക്കുള്ള ഇരയാണെന്നുണ്ടെങ്കിൽ. ഇനി ശരിക്കുള്ള ഇരയല്ല, ഒരു വ്യാജ അതിജീവിതയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ അവരെ അതിശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. എന്തായാലും അത് നടക്കുന്നതിൻ്റെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇതൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇരയ്ക്ക് നീതി വേണമെന്നുള്ളൊരു ആഗ്രഹമൊന്നുമല്ല. ഇരയ്ക്ക് നീതി കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ വെച്ചുകൊണ്ട് മുതലെടുത്തുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നൊരു കളി. അതിന് വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളായിട്ടുള്ള മൊട്ട അരുൺ ഉണ്ടല്ലോ, റിപ്പോർട്ട് ചാനലിലെ, അവനൊക്കെ കിടന്ന് എന്തൊക്കെ മെഴുകലാണ്. അഖിൽമാരാർ ഒരു തവണ ഈ മൊട്ട അരുണിനെ കളിയാക്കിയപ്പോൾ ഞാൻ ഈ മൊട്ട അരുണിനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചു. കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന അല്ലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവനാണ് അരുൺകുമാർ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, ഇവൻ ഒരു ഇരട്ടത്താപ്പുകാരനാണ്, ഇവൻ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാണെന്നുള്ളത് എനിക്ക് ഈ ഒരു വിഷയത്തിലാണ് മനസ്സിലാവുന്നത്. രാവിലെ നേരം വെളുത്താൽ ഇവൻ തുടങ്ങും. അതായത് ഈ രാഹുൽ ഈശ്വർ പോയ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴികൾ ഇതൊക്കെയാണ്. നാൾ വഴികൾ ഇതാണ്. ഗുഹയിൽ കൂടി ഇങ്ങനെ നടന്നുപോയി, ഗുഹയിൽ ഇങ്ങനെ പോയി, അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പറയും. അങ്ങനെ പറയുമ്പോൾ എന്തോ വലിയ കാര്യങ്ങൾ ഞങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നടത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ ശരിക്കുള്ള ഒരു അതിജീവിതയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ നീയൊക്കെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യും? ഒരിക്കലുമില്ല. ഇത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഇലക്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം അതിജീവിതകൾ ഉയർന്നു വരുന്നതും നീതി വാങ്ങാനായിട്ട് ഓടി നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചിരിയാണ് വരുന്നത്. ഞാൻ അതിജീവിതത്തെ കളിയാക്കുകയല്ല, പക്ഷേ അതിജീവിതയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കാം, വ്യാജ അതിജീവിതയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കില്ല. ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ അവരെ കളഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞതാണ് ആ ഒരു വാല്യൂ. പിന്നെ ആ ഒരു സ്ത്രീ എന്നുള്ളൊരു പേരിന് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ വാർത്തകളിൽ രാഹുൽ ഈശ്വറിനെ പിടിച്ച് അകത്തിട്ടതിൽ എന്താണ് ഇപ്പം മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രാഹുൽ ഈശ്വറിനെയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് വേടനെ പിന്തുണച്ച അതേ നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു ചേച്ചി, പുള്ളിക്കാരി രംഗത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വേറൊരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ രാഹുൽ ഈശ്വരൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. അതായത് ഞാനിന്നലെ ശരിക്കും ഞെട്ടി. പോലീസുകാർ കോടതി പറയുകയാണ്, എനിക്ക് നോട്ടീസ് വന്നു, നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. പച്ചക്കള്ളമാണ്. എന്റെ വീട്ടിലാണ് പോലീസ് വന്നത്, എന്റെ വീട്ടിലെ CCTV വിഷ്വൽസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല. പച്ചക്കള്ളം പറയുക. രണ്ട്, നിങ്ങൾ നോക്കണേ, വേറൊരാളല്ലേ ഫോട്ടോ ഇട്ടത്, ഞാനാണോ ഫോട്ടോ ഇട്ടത്? കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പോലീസുകാർക്ക് നല്ല ഭയമുണ്ട്. എന്തിനാണ് ഭയം?
രാഹുൽ ഈശ്വർ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയായതുകൊണ്ട് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നുണ്ടെങ്കിൽ അല്ലെ വസ്തുതാപരമല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഓരോ തെല്ലിട തെറ്റാതെ തന്നെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചൊരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രം അയാളെ പിടിച്ച് അകത്തിടുക എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട പരിപാടിയാണ്. ബാക്കി കണ്ടു നോക്കാം. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. പോലീസ് കോടതിയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നത് ആവർത്തിക്കുകയാണ്. തനിക്ക് നോട്ടീസ് കണ്ടില്ലേ, ഇതാണ് അവിടെ നടക്കുന്നത്. അതായത് പോലീസുകാർ രാഹുലിനെ പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ ഞങ്ങൾ നേടിയെടുക്കുക. അതായത് കേസിനല്ല പ്രധാനം, അവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പിന്തുണച്ചുകൊണ്ട് ആരും ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരാം, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ ഒരു വഞ്ചിയിൽ തന്നെ ആ പറയുന്ന അതിജീവിതം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും കൂടി നിങ്ങൾ കയറ്റി വിടണം. കാരണം പുള്ളിക്കാരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണല്ലോ ഈ പരിപാടി നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാർ സമ്മതിക്കാതെ ഈ പരിപാടി നടക്കില്ല. സമ്മതത്തോടുകൂടി അല്ലാത്ത ബലാത്സംഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തവണ സംഭവിച്ചു എന്ന് പറയണം. പക്ഷേ ഇത് 4-5 തവണ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെയാണ്. ഗർഭിണിയാക്കി എന്നുണ്ടെങ്കിൽ അതും പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു, അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുത്ത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയാണ് ചെയ്തതെങ്കിൽ അത് തന്തയ്ക്ക് പ്രകഴിയുക തന്നെയാണ്. അതിന് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കണം. പക്ഷേ ഈ പെണ്ണ് വിഷയം പറഞ്ഞുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. അതിനു വേണ്ടിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരാളാണ് അതിജീവിതം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല. കാരണം ഇതൊക്കെ ഒരു ഫെമിനാസി തരം തന്നെയാണ്. അതിജീവിതയുടെ വിഷമമോ അതിജീവിതയുടെ ഒരു ബുദ്ധിമുട്ടോ തനിക്ക് നീതി കിട്ടണമെന്നുള്ള ആഗ്രഹമോ ഒന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. ഇവിടെ ഞാൻ കാണുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് അയാളെ ഇറക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒപ്പം നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയങ്ങളിൽ ഒരു പെൺകുട്ടി തന്നെ ഒരു മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടം അച്ഛനായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വീഡിയോ. നമുക്കത് കണ്ടുപോകാം. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ചയാണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ? കേരളത്തിൽ ഇപ്പോൾ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. പിന്നെ ആ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങൾ പ്രസവിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത്? ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഊരും പേരും ഒന്നുമില്ലേ? അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനമല്ലേ ഒരു പുരുഷനും ഉള്ളത്? എൻ്റെ പൊന്ന് സ്ത്രീ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഒളിഞ്ഞു മറഞ്ഞു ഇരുന്ന് യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് പുച്ഛമാണ്. എല്ലാ സ്ത്രീകൾക്കും നീ ഒരു അപമാനമാണ്. പരസ്പരം ഇഷ്ടത്തിലായിരുന്നവർ ഒരുമിച്ചിരുന്ന് ഗർഭം ഉണ്ടാക്കുന്നതും അത് അലസിപ്പിക്കുന്നതും ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കുറച്ചെങ്കിലും നാണമില്ലേ നിനക്ക്? കണ്ടില്ല, വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഒളിഞ്ഞും മറഞ്ഞും വരുന്നതുകൊണ്ട് യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് ഞങ്ങൾക്ക് പുച്ഛമാണ്, സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്, നീ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികൾ കാണിക്കരുത്. ഇത് നാളെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ ഞാനൊരു പരാമർശം നടത്തിയാലും പിണറായി വിജയനെ പിടിച്ച് അകത്തിടുമോ എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെയല്ലല്ലോ നിയമ സംവിധാന വ്യവസ്ഥ. ഇരട്ടത്താപ്പല്ലേ, പലർക്കും പല നിയമമല്ലേ. ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ സ്വന്തം പാട്ടിലുള്ള ആളുകൾക്ക് വന്നാലോ വിഷയമൊന്നുമില്ല. മുകേഷ് ചെയ്തത് ചെറിയ പീഡനമാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വലിയ പീഡനമാണ്. ഇവരുടെ മഹിളാ കോൺഗ്രസിൽ അല്ലെ മഹിളാ സമാജത്തിൽപ്പെട്ട കുറേ ആളുകൾ വന്നിരുന്ന് മെഴുകുന്നതാണ്. എന്തൊരു അവസ്ഥാന്തരമൊക്കെയാണല്ലേ. ഇതിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നല്ല പുക കൊള്ളിക്കുക, അല്ല ഇത്തിരി നല്ല തലയ്ക്ക് വല്ല തളവിടണം, നല്ല നെല്ലിക്ക തളവോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ബുദ്ധിക്ക് ഉണർവ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തെങ്കിലേ ഒരു നാട് നന്നാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിൽ പ്രിയങ്ക എന്ന് പറയുന്ന ആ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തുറന്നു കൊടുത്തിട്ട് പിന്നെ ന്യായീകരിക്കരുത്. രാത്രി വരുന്നത് വേദം വായിക്കാനല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചേച്ചി പറയുന്നത്. കാര്യം കഴിയുമ്പോൾ പുരുഷൻ കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം.
പക്ഷെ എന്റെ റിയൽ ലൈഫിൽ എന്റെ ഭർത്താവ് കഴിക്കുമെങ്കിൽ എന്നെ തല്ലാൻ നിൽക്കാറില്ല, അതിൽ ഇടപെടുത്തിയിട്ടില്ല. ഇഷ്ടം ഞാൻ പറയാം, ഞാൻ പൊതുവേ പറയുന്ന അഭിപ്രായം എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആണുങ്ങളെ 2 അടിക്കണം, എന്താ കുഴപ്പം, കഴിക്കട്ടെ. നമ്മൾ കഴിക്കാതെ അയ്യോ കഴിച്ചാൽ ഞാൻ അത് ചെയ്യുന്ന മറ്റു കാര്യമില്ല. അവർ പുറത്ത് പോയി 2 അടിക്കുന്നവർ 10 അടിക്കും, അതിനുമ്പോൾ വീട്ടിൽ നിന്ന് 2 അടിച്ചോട്ടെ, സമാധാനമില്ലേ നമുക്ക്? പൊതുവെ എല്ലാ കുടുംബത്തിലും ഈ ആൺഭരണമാണല്ലോ, സ്ത്രീകളെന്നും അടുക്കളയിൽ ഒതുക്കി കൂടി താമസിക്കേണ്ടവർ എന്ന് പറയുന്നവരാണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേച്ചി ഏത് തരത്തില് എന്ത് ചേഞ്ച് വരുത്താൻ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ, സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ ഫെമിനിസ്റ്റ്. അതൊക്കെ അവരുടെ ലൈഫ് എടുത്ത് നോക്കുക എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് എന്റെ 15 വയസ്സ് മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരു തീ താന്നു കൊടുത്തു വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. അത് ഇത്തിരി ഇപ്പൊ അങ്ങനെ മുളകാണ്ട് കയറി നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നുമില്ല. ഈ 2 പേരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയണതൊന്നും അല്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു സ്ഥാനം കൊടുത്തു വെച്ചാൽ നമ്മുടെ ഭർത്താവല്ലേ, കൊടുത്തോ, എന്താ തെറ്റ്? എനിക്ക് ആ ഭാഗത്തിനോട് ഞാൻ യോജിക്കുന്ന ആളെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിന് ഒരു വിട്ടു മോളെ എനിക്ക് ലൊക്കേഷൻ ഉണ്ടായിക്കാൻ ഞാൻ അപ്പൊ സ്പോട്ടിൽ പ്രതികരിക്കും, നല്ലത് കൊടുക്കും. ആ പ്രതികരിക്കുന്ന സാഹചര്യം പണ്ട് പറഞ്ഞിടക്കൊക്കെ ഉണ്ടായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ഇറങ്ങി പോയിട്ടുണ്ട്, അപ്പുറത്ത് ഞാൻ അഭിനയിക്കാതെ നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാത്ത ഫീൽഡ് ഉണ്ടോ? ഈ സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളൂ? എല്ലാ ഫീൽഡിലും ഉണ്ട്, ഉണ്ടാവാതിരിക്കില്ല. അത് വെറുതെ പറയണതാ. അത് ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ അറിയണം. അത് അറിയാത്ത ആൾക്കാരെ ആ ഫീൽഡ് വിട്ടുപോയിക്കൊള്ളാം. വെറുതെ അവിടെ നിന്ന് കുറ്റം പറയരുത്. സിനിമയിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഉണ്ടാക്കി എന്റെ റൂമിന്റെ കുറ്റിയിരിക്കുന്ന എന്റെ വാതിലിന്റെ അല്ലാതെ പുറത്തുനിന്നല്ല തുറന്നു കയറുന്നത്. അത് മുട്ടി തുറക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ച് മുട്ടി അകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് പിന്നെ വിളിച്ച് പറയരുത്. അത് അപ്പൊ തന്നെ ഡീൽ ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കൊള്ളാം. എന്തിനാന്നേ ഈ പണിക്ക് നിൽക്കുന്നത്? വേറെ പണിക്ക് ആരും കയറില്ലല്ലോ. പിന്നെ എന്തിനാ? പിന്നെ മുട്ടി പുറത്തുനിന്ന് വേണം വെച്ച് എന്ത് വേളം വെച്ച് അക്കടുന്ന് വേണം വെച്ചിട്ട് രാത്രി എന്തായാലും 12 മണിക്ക് ശേഷം വരുന്നവൻ വേദം വായിക്കാൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകില്ലേ? അപ്പൊ നമ്മൾ തുറക്കരുതെന്നേ. അവിടെ കിടന്ന് അടിച്ചിട്ട് ചിലപ്പോൾ 2 അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും മുട്ടുണ്ടാവുക. അവന് ബോധം ഉണ്ടാവില്ല. നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. രാവിലെ എന്താ എന്തുണ്ട് സാറേ വിശേഷം, സുഖാണോ ചോദിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായാൽ മതി. മറ്റൊരു മുമ്പിൽ ചോദിക്കും ചെയ്യണം. ഞാനാണ് പരസ്യം ചേട്ടാ ഇന്നലെ രാത്രി ഒന്നും മുട്ടിയത് ശരിയായില്ല, എന്റെ അടുത്ത് രാത്രി ഒന്നും മുട്ടരുത്, ചേട്ടൻ പോലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കും. ഞാൻ ഡയറക്ടർ നേരിട്ട് ഞാൻ ചോദിച്ചിരിക്കും. അതുകൊണ്ട് തീർന്നല്ലോ. അവൻ എന്ത് പറയും? ആ പ്രിയങ്കയ്ക്ക് പ്രാന്താട്ടൊന്നും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ വേടന്റെ വിഷയമോ എടുത്തു പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ തന്നെയാണ് പുള്ളിക്കാരി ഈ രീതിയിൽ ശബ്ദം ഉയർത്തുന്നത്. അതായത് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമല്ലെന്ന് അവിടെ വെച്ച് തന്നെ പറയണം. അല്ലാതെ പിന്നീട് വന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം നടന്നതിന് ശേഷം എല്ലാത്തിനും സഹകരിച്ചതിന് ശേഷമല്ല പറയേണ്ടതെന്നാണ് പ്രിയങ്ക എന്ന് പറയുന്ന ആ ചേച്ചി പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഇരട്ടത്താപ്പുകൾ എത്ര നാളിങ്ങനെ പോകും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പിടിച്ചകത്തിടും, അയാളുടെ ഭാവി കളഞ്ഞു, അയാൾ ചത്തു, ഇനി അയാളില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ അയാൾ ഇപ്പോഴും ഒരു പിടിവള്ളിയായിട്ട് നമ്മുടെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വലിയ തെളിവുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുമോ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നേക്കുമായിട്ട് ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ട അതേ നിയമം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെ പിടിച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണെന്ന് രാഹുൽ ഈശ്വർ ഇപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആണൊരുത്തനെ പിന്തുണച്ചത് കൊണ്ട് തന്നെയാണ് ആണത്തമുള്ള രാഹുൽ ഈശ്വരനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. എന്തിനാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാനായിട്ട് കാത്തിരിക്കുക. കേരളത്തിലെ മാധ്യമങ്ങളും അതേപോലെ തന്നെ കേരളത്തിലെ പോലീസുകാരും, മാമാപ്പണി ചെയ്യുന്ന പോലീസുകാരും മാമാപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളും ഒക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാത്തിരിക്കുക.